ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് ഇന്ന് കേട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ, നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് കുടൽ ക്യാൻസർ എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിച്ച ഒരു വാർത്ത. ഇതൊരിക്കലും സത്യമാകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വലിയൊരു അസറ്റാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോളൻ ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസർ ആണ് ഈ പറയുന്ന കോളൻ ക്യാൻസർ. തേർഡ് കോമൺ ക്യാൻസർ ആണ് കോളൻ ക്യാൻസർ. ഏകദേശം ഒരു വർഷത്തിൽ 70,000 പരം ആളുകൾക്ക് ഈ സാധനം ഉണ്ടാവുമെന്ന് സ്ഥിരീകരിക്കാറുണ്ട്. ഇനി മമ്മൂക്കയുടെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫേക്ക് ആണോ അതോ ജെനുവിൻ ആയിട്ടുള്ളതാണോ എന്നാണ് ഞാൻ ഇതിനകത്ത് പരിശോധിക്കാൻ നോക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ്. മമ്മൂക്കായി അങ്ങനെ വരാൻ ഒരു സാധ്യത ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് പഠിച്ചത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും ആരുടെയെങ്കിലും ഭാഗത്തുനിന്നും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിന്റെയൊക്കെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ട്വിറ്റ് ആണ് ഇതിന് എല്ലാത്തിനും കാരണം. ആദ്യം നമുക്ക് ആ ട്വിറ്റ് ഒന്ന് കാണാം. ഇതാണ് ആ ട്വിറ്റ്, ഞാൻ അത് വായിക്കാം. ഷൂട്ടിംഗ് പോസ്റ്റ്പോണ്ടഡ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ. ഹി ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് സീരിയസ് ഇൽനെസ്. ദുൽഖർ ആൾസോ ഹാസ് ടേക്കൺ എ ബ്രേക്ക് ഫ്രം സ്കെഡ്യൂൾ ഓഫ് ഐ ആം ഗെയിം. പ്രേയിങ് ഫോർ ദ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ട്വിറ്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിയിലും കുറച്ച് കാര്യങ്ങളോടുണ്ട്. പുള്ളി തന്നെ അതിന്റെ അടിയിൽ പറയുന്നുണ്ട്, കോളൻ ക്യാൻസർ, പ്ലാനിങ് ടു ഗോ ടു USA ഫോർ ട്രീറ്റ്മെന്റ്, നൗ ഇൻ അപ്പോളോ ചെന്നൈ. അതുപോലെ തന്നെ അതിന്റെ അടിയിൽ തന്നെ വന്ന വേറെ ട്വിറ്റാണ്, മഹേഷ് നാരായണം പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോണ്ട് ആയെന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. സോ അതിന്റെ അടിയിൽ ഈ പയ്യൻ പോയിട്ട് കമന്റ് ഇട്ടേക്കുന്നു, ബിഗ് അമ്മീസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഈ കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൻകുടലിന്റെ ഭാഗത്ത് ലാർജ് ഇൻറ്റെസ്റ്റൈനെയാണ് കോളൻ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ക്യാൻസറിനെയാണ് കോളൻ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ആധികാരികമായി നമ്മുടെ മറുനാടൻ മലയാളി ചാനലിൽ പുള്ളിക്കാരൻ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ ഒരു ന്യൂസ് കേൾക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്, അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജാണ്. പുള്ളി ഇവിടെ പറയുന്നത് ക്യാൻസറിന്റെ തുടക്കം കണ്ടെത്തിയെന്നാണ്, കുടലിനാണ് ബാധിച്ചതെന്നും പറയുന്നു. മോസ്റ്റ് ഓഫ് ദ കേസുകളിലും ഈ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പരന്നത്. വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സിക്ക് അയച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചിയാണ് ദുൽഖറിനെല്ലാം. അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി. അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രിയിൽ കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല. സോ മമ്മൂട്ടിയും ദുൽഖറും ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നത് കോളൻ ക്യാൻസർ ആണ് എന്നുള്ള കാര്യത്തിലാണ്. ഇതുവരെ ഒരു തരത്തിലുള്ള കൺഫർമേഷൻസും കിട്ടിയിട്ടില്ല. ഇതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് തപ്പിയപ്പോൾ ഫേസ്ബുക്കിലെ സിനി ഫയൽ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ഒരു പോസ്റ്റ് കാണാനിടയിൽ ഞാൻ ആ പോസ്റ്റ് ഒന്നും വെക്കാതെ, മമ്മൂക്കയ്ക്ക് ഇപ്പോൾ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണ്, വേറെ ഒന്നുമില്ല, പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ്, കണ്ടിന്യൂ റെസ്റ്റ്ലെസ് ആയ ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും, ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ്, ഫേക്ക് ആയിട്ടുള്ള ഒന്നും അടിച്ചിറക്കാതെ ഇരിക്കുക. സോ ഇതിനകത്ത് പുള്ളി പറയുന്നത് പുള്ളിക്ക് ഒരു ബ്രീത്തിങ് ഇഷ്യൂ വന്നു, വീട്ടിൽ തന്നെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറയാൻ നമുക്ക് ഇതിനകത്ത് ഏത് വിശ്വസിക്കണം എന്ന് പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇതൊരു ശരിയാവാം, പക്ഷെ എനിക്ക് ഈ ഒരു ന്യൂസ് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മമ്മൂക്ക ആയതുകൊണ്ടാണ്. കാര്യം മമ്മൂക്കയ്ക്ക് കോളൻ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് വിശ്വസിക്കാൻ. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം.
റീസൺ നമ്പർ 1, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പ്രോപ്പറായിട്ട് ഡയറ്റ് ഒന്നും എടുക്കാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന പോലെ കോളൻ ക്യാൻസർ വരും. പ്രത്യേകിച്ച് റെഡ് മീറ്റ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ. ഡയറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മമ്മൂക്ക പച്ചിലകളും പീസൊക്കെയാണ് കഴിക്കാറുള്ളതെന്ന്. സോ മമ്മൂക്ക എടുക്കുന്ന അത്രയും ഡയറ്റ് വേറെ ഏതെങ്കിലും ഒരു മലയാള നടൻ എടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഒബിസിറ്റി, പൊണ്ണത്തടി. മമ്മൂക്കായെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരൻ ഒരു തരത്തിലുള്ള പൊണ്ണത്തടിയില്ല. അടുത്തത്, ലാക്ക് ഓഫ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. എന്റെ അറിവിൽ മമ്മൂക്ക നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് പുള്ളിയുടെ ശരീരം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതുമാണ്. ഒരു ഇന്റർവ്യൂവിൽ അബൂ സലീം ഒക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മമ്മൂക്ക ഇത്ര കിലോമീറ്റേഴ്സ് സൈക്കിൾ ചവിട്ടും ഡെയിലി എന്നൊക്കെ. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതാണ്. അടുത്ത ഒരു കേസ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. മമ്മൂക്ക മുൻപ് ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏതോ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി 70 സിഗരറ്റോ സംതിങ് അത്രയും സിഗരറ്റ്സ് ഒക്കെ വലിക്കാറുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റി ഇപ്പം ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള ദുശീലങ്ങളും ഇല്ല. പിന്നെ ആൽക്കഹോൾ കൺസപ്ഷൻ. നമ്മൾ മലയാളികളുടെ അറിവിൽ മമ്മൂക്ക ഒരു വൈൻ കുടിക്കുന്നത് പോലും ഞാൻ കേട്ടറിവില്ല. ഉള്ള കാര്യം പറയാമല്ലോ. വേറെ ഏതെങ്കിലും നടന്മാരെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. മമ്മൂക്ക ആൽക്കഹോൾ അത് മേ ബി ചിലപ്പോൾ ചെറുതായിട്ട് വല്ലതും കുടിച്ചിട്ടുണ്ടാവാം, നോ ഐഡിയ. അതുപോലും സംശയമാണ്. അല്ലാതെ ഒരു ക്രോണിക് ആൽക്കഹോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ഒരു വ്യക്തി വിശ്വസിക്കാൻ പാടാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ പാടാണ്. ഈ സിംറ്റംസ് ഒന്നും ഇതിനകത്ത് സ്മോക്കിങ്ങും ഒഴിച്ച് ബാക്കിയല്ല. സ്മോക്കിംഗ് ഒക്കെ വർഷങ്ങൾക്ക് മുകളിൽ നിർത്തിയതുമാണ്. സ്മോക്കിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നും ഈ ഒരു കോളൻ ക്യാൻസറിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംഭവങ്ങളും പുള്ളിക്കില്ല. പിന്നെ വരുന്നത് ജനറിക് ഫാക്ടേഴ്സ് ആണ്. ഫാമിലി ഹിസ്റ്ററി. ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ജെനറ്റിക് കാരണം, ആ ഒരു ജനറിക് ഫാക്ടർ കാരണം നമുക്ക് വരാം. അത് അവരുടെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, ഈ കോൺസ് ഡിസീസസോ അല്ലെങ്കിൽ അൾസറേറ്റീവ് ക്ലോട്ടിസ് എന്ന് പറയുന്ന ഈ കൈൻഡ് ഓഫ് ഡിസീസ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ലൈനിങ്ങിൽ, ഇന്നർ ലൈനിങ്ങിലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻസ് ഒക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു കോളൻ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏജ് ഒരു ഫാക്ടറാണ്. ആഫ്റ്റർ 50 years ഈ ഒരു സാധനമൊക്കെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇതിനകത്ത് ഏജ് മാത്രമാണ് ഇത്തിരി ഒരു ഫാക്ടർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ബാക്കി ഒരു തരത്തിലുള്ള ചാൻസസും പുള്ളിക്ക് വരാൻ കാണുന്നില്ല. ഇനി മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിച്ചിരിക്കട്ടെ എനിക്ക് മനസ്സിലാവില്ല. മമ്മൂക്കയ്ക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനാണെങ്കിൽ ഒരു 100 മീറ്റർ പോലും ഡെയിലി നടക്കാറ്. സീരിയസ്ലി ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ക്യാൻസർ വന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. മാത്രമല്ല ഈ മറുനാടൻ മലയാളിയുടെ വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നത് മമ്മൂക്കായ്ക്ക് സ്ഥിരമായിട്ട് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. അതും ഫസ്റ്റ് സ്റ്റേജ് എന്നാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഇത് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്താണെങ്കിലും ഈ ഒരു ക്യാൻസറിനെ പറ്റി ഡോക്ടർ അരുൺ എസ് നായർ, റോബോട്ടിക് ആൻഡ് ലാപ്പാറോസ്കോപ്പിക് സർജൻ, എലിക്സർ ക്ലിനിക്ക്, തൃശ്ശൂർ, പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാം. പലപ്പോഴും കോളറക്ടൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ കാണുകയുള്ളൂ. ചെറിയ ചെറിയ ലക്ഷണങ്ങളായ പോലും നമുക്ക് വളരെ ചെറിയ ഗ്യാസായിട്ടോ മറ്റതോ വരുന്നതെല്ലാം കോളറക്ടൽ ക്യാൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുവേ നമ്മൾ ലക്ഷണങ്ങളായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് മോഷനിൽ രക്തം കാണുക. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മോഷനിൽ നിങ്ങൾ ബ്ലഡ് പോകുന്നത് പോലെ കണ്ടാൽ, അത് 1, 2, 3 വട്ടമായാൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 ആഴ്ചയിൽ നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പലവട്ടമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് പരിശോധനയ്ക്ക് വിധേയമാകണം. പിന്നെ മോഷനിലുണ്ടായ വ്യതിയാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോഷൻ പോകുന്നതിലുള്ള വ്യത്യാസം, അതിൽ മോഷത്തിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലുള്ള വ്യത്യാസം, പലവട്ടം പോകേണ്ടി വരിക, മോഷൻ പോകാനുള്ള പ്രയാസം, പോകേണ്ടി വരുമ്പോൾ തന്നെ മോഷൻ്റെ കഫമായിട്ടോ അല്ലെങ്കിൽ അതിൽ ചുവപ്പ് കളർന്നതോ രക്തം കളർന്നതോ ഒരുപാട് സ്മെല്ലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജുകൾ വന്നാൽ, മലദ്വാരത്തിൻ്റെ അവിടെ വേദന, വയറുകൾ വേദന, അടുത്ത കുറേ കാലങ്ങളായിട്ട് രക്തക്കുറവ്, ക്ഷീണം, കിതപ്പ്, ഇതെല്ലാം നമുക്ക് ഒരു അസുഖമുള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എടുക്കണം. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് വിശപ്പില്ലായ്മ, പെട്ടെന്നുള്ള ഭാരക്കുറവ്, ഇതെല്ലാം ക്യാൻസർ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ഒരാൾക്ക് കാണുന്നു, ഒരു 2 ആഴ്ചയിൽ കൂടുതലായിട്ട് അടുപ്പിച്ച് മോഷനിൽ രക്തം പോകുന്നു, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് മോഷനിൽ ചെറിയ വ്യതിയാനങ്ങൾ, മോഷൻ പോകുന്നതിനകത്ത് ഒരുപാട് കഫം പോകുന്നു, അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നു, അല്ലെങ്കിൽ ചെളിയായിട്ട് പോകുന്നു, അത്തരം കണ്ടാൽ നിങ്ങൾ വിദഗ്ധ ഡോക്ടറെ പരിശോധിക്കുക. ഞാൻ ഇത്രയും വെച്ചതിന്റെ കാര്യം, ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് എവിടെയും വൊമിറ്റിംഗ് ഒരു കാരണമായിട്ട് പറയുന്നില്ല. ഇമോഷനുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയുക, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം. ഈ മറുനാടൻ ടിവിയിൽ പറയുന്ന വൊമിറ്റിംഗ്, തുടർച്ചയായി വൊമിറ്റിംഗ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ വൊമിറ്റിംഗ് ഇതിനൊരു കാരണമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വൊമിറ്റിംഗും ഇതിനൊരു സിംറ്റം ആയിട്ട് നമ്മൾ കണക്കാക്കാം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത്
ഗൂഗിളും പറയുന്നത് വൊമിറ്റിംഗ് ക്യാൻ ബി എ സിംറ്റം ഓഫ് കോളൻ ക്യാൻസർ എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പർട്ടിക്കുലർലി ഇഫ് എ ട്യൂമർ കോസ് എ ബൊവൽ ഒബ്സ്ട്രക്ഷൻ ലീഡിംഗ് ടു എ നോസിയ ആൻഡ് വൊമിറ്റിംഗ് എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് ലാർജ് ഇൻഡസ്ട്രി, ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, ഈ വൊമിറ്റിംഗ് എപ്പോഴും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിനകത്തൂടാണല്ലോ നമ്മുടെ ഈ ഫുഡും സ്റ്റൂളും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഇൻഡസ്ട്രിനകത്ത് ഒരു ട്യൂമർ വളർന്നിട്ട് ഈ പാസേജിനെ, ഈ പോകുന്ന പാസേജിനെ അത് തടസ്സപ്പെടുത്തുകയാണ്. ആ തടസ്സപ്പെടുത്തുന്ന സമയത്താണ് ഈ പറയുന്ന വൊമിറ്റിംഗ് ടെൻഡൻസിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതാണ് ഈ ഗൂഗിൾ പറയുന്ന കാര്യം. മേ ബി അങ്ങനെ ഒരു ട്യൂമർ ഇത്രയും വളർന്നു കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലേ? മേ ബി അതൊരു സിവിയർ കണ്ടീഷൻ ആയിരിക്കണം. ഞാനൊരു എഞ്ചിനീയർ ആണ്, എനിക്ക് മെഡിക്കൽ ടൈംസ് വലിയ ധാരണയില്ല. സോ ഞാൻ ഇതൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കോളൻ ക്യാൻസർ എന്ന് പറയുന്നത് ഫേക്ക് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഫേക്ക് ആകട്ടെ, നമ്മുടെ ഇക്കായ്ക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അതിയാ ആഗ്രഹിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. സോ എന്താണെങ്കിലും ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുള്ളി റിക്കവറായി തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.